ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടോ, അല്ലെങ്കിൽ ഒരവസാനം? ആ ചോദ്യം ഒരിക്കൽ ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും ഉത്തരം പറയാനായില്ല. ആകാശവും ഭൂമിയും തമ്മിൽ അപ്രതീക്ഷിതമായി ഒരഗ്നിസ്തംഭം ഉദിച്ചു. അത് തീയായിരുന്നു, പക്ഷേ സാധാരണ തീയല്ല. അതിനൊരു തുടക്കം കാണാനായില്ല, അതിനൊരവസാനം കണ്ടെത്താനായില്ല. സത്യം കണ്ടെത്താൻ വിഷ്ണു വരാഹരൂപം ധരിച്ചു ഭൂമിയുടെ അഗാധത്തിലേക്കിറങ്ങി. ബ്രഹ്മാവ് ഹംസരൂപം ധരിച്ചു ആകാശത്തിന്റെ അതിരുകളിലേക്ക് പറന്നു. എന്നാൽ ആദിയും അന്തവുമില്ലാത്ത ആ അഗ്നിസ്തംഭത്തിന്റെ അറ്റം രണ്ടുപേർക്കും കണ്ടെത്താനായില്ല. അപ്പോഴാണ് ആ അഗ്നിസ്തംഭത്തിൽ നിന്ന് പരംശിവൻ പ്രത്യക്ഷപ്പെട്ടത്. അവൻ പറഞ്ഞു, ഞാൻ ജനിച്ചതുമില്ല, ഞാൻ അവസാനിച്ചതുമില്ല, ആദിയും അന്തവുമില്ലാത്ത പരമസത്വമാണ് ഞാൻ. രൂപരഹിതനായ എന്നെ മനുഷ്യർക്കു മനസ്സിലാക്കാൻ ഈ ലിംഗരൂപം മതി. അന്നുമുതൽ അഗ്നിസ്തംഭത്തിന്റെ പ്രതീകമായി ശിവലിംഗം ആരാധിക്കപ്പെടാൻ തുടങ്ങി. ശിവലിംഗം ഒരു ശരീരരൂപമല്ല, അത് അനന്തതയുടെ അടയാളമാണ്, സൃഷ്ടിയുടെയും ലയത്തിന്റെയും രഹസ്യശക്തിയാണ്. അതിനാലാണ് ലോകം മുഴുവൻ ഇന്നും ശിവലിംഗത്തിനു മുന്നിൽ തലകുനിയുന്നത്. ഈ ലോകത്ത് ഈശ്വരനെപ്പോലും ചോദ്യം ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് ഗഹനവനങ്ങളിൽ വലിയ തപസ്സിലേർപ്പെട്ടിരുന്ന വനംവാസി ഋഷികൾ ജീവിച്ചിരുന്നു. അവർ വിശ്വസിച്ചത് ഇതായിരുന്നു: യാഗങ്ങളും കർമ്മങ്ങളും മാത്രം ചെയ്താൽ മോക്ഷം ഉറപ്പാണ്. അവരുടെ തപസ്സിനൊപ്പം അഹങ്കാരവും വളർന്നു. അവർ ഈശ്വരനെപ്പോലും അവഗണിച്ചു തുടങ്ങി. അപ്പോൾ അവരുടെ അഹങ്കാരം തകർക്കാൻ പരംശിവൻ ഭൂമിയിലേക്കിളങ്ങി. ശിവൻ വേഷം മാറ്റി ഒരു ദിഗംബര സന്യാസിയായി ആശ്രമത്തിലേക്ക് നടന്നുവന്നു. അവന്റെ സാന്നിധ്യം തന്റെ വ്യത്യസ്തമായിരുന്നു. ശാന്തം, എന്നാൽ അളവറ്റ ശക്തി. അത് കണ്ടപ്പോൾ ഋഷികളുടെ ഭാര്യമാർ അവന്റെ പിന്നാലെ പോയി. ഇത് കണ്ട ഋഷികൾ കോപത്തിൽ കത്തിയുയർന്നു. ഇവനാരാണ് ഞങ്ങളുടെ തപസ്സിനെ നശിപ്പിക്കാൻ വന്നവൻ? കോപത്തോടെ അവർ ശിവനെ ശപിച്ചു. അപ്പോഴാണ് ഒരു നിമിഷം കൊണ്ട് ലോകം മാറിയത്. ശിവൻ തന്റെ ലിംഗം ഭൂമിയിൽ പതിപ്പിച്ചു. ഭൂമി വിറച്ചു, അഗ്നി പടർന്നു. പ്രളയ സമാനാവസ്ഥ. സൃഷ്ടി തന്നെ തുലച്ചു. ഭയന്നു വിറച്ച ഋഷികൾ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും സമീപിച്ചു. അവരാണ് സത്യം പറഞ്ഞത്. ഇത് സാധാരണ സന്യാസിയല്ല, ഇത് പരംശിവനാണ്. പാപബോധത്തോടെ ഋഷികൾ ശിവനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ശിവൻ പറഞ്ഞു, ഈ ലിംഗരൂപം ലോകത്തിനൊരടയാളമാകും, അഹങ്കാരം നശിപ്പിക്കുന്ന പരമസത്വത്തിന്റെ പ്രതീകമായി. അന്നുമുതൽ ശിവലിംഗം രൂപമല്ല, ഒരു സന്ദേശമായി. അഹങ്കാരം നശിപ്പിക്കുന്ന അനന്തതയുടെ അടയാളമായി. ലോകം ഇന്നും ശിവലിംഗത്തിനു മുന്നിൽ തലകുനിയുന്നു.